കസാക്കിസ്ഥാനിൽ വിമാനം തകർന്നു വീണ് 42 പേർ മരണപ്പെട്ട വിവരം പുറത്തു വന്നു. യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇത് അബദ്ധവശാൽ വെടികൊണ്ട് വീണതാണോ, അതല്ലെങ്കിൽ റഷ്യയുടെ വിമാനമാണ് എന്ന് കരുതിയിട്ട് ഉക്രൈൻ വെടിവെച്ചതാണോ, അല്ലെങ്കിൽ ഉക്രൈൻ വിമാനമാണെന്ന് കരുതിയിട്ട് റഷ്യ വെടിവെച്ചതോ ആണോ എന്ന കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള സന്ദേഹങ്ങളും ഇപ്പം നിലനിൽക്കുകയാണ്. 69 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്, 5 ജീവനക്കാരുമടക്കം 74 യാത്രക്കാർ, 74 പേർ മൊത്തത്തിലുണ്ടായിരുന്നു എന്നുള്ളതും 72 പേരെ ഉള്ളൂ എന്നുള്ള 2 അഭിപ്രായങ്ങളും പുറത്തു വരുന്നു. 22 പേർ അതിൽ രക്ഷപ്പെട്ട വിവരങ്ങളും പുറത്തു വരികയാണ്. എന്താണ് ഇതിന്റെ കാര്യകാരണത്തെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ഒരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. മഞ്ഞ് മൂടിയ കാരണത്താൽ മുന്നോട്ട് പോകാൻ വന്ന സമയത്ത് എമർജൻസി ലാൻഡിംഗ് നടക്കുന്നതിനിടയിലാണ് തീപിടുത്തമുണ്ടായത്. ആ തീപിടുത്തത്തോടനുബന്ധിച്ച് തകർന്നു വീഴുകയായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. ഇപ്പോൾ ഒരു വീഡിയോ അതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഒരു വിമാനം തകർന്നു വീഴുന്ന രീതിയിലൊക്കെ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ സാധാരണഗതിയിൽ ഇത്തരം യുദ്ധവുമായി ബന്ധപ്പെട്ട സമയത്ത് മാത്രം ശത്രുക്കൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ആക്രമിക്കുന്ന സമയത്ത് ശത്രുപക്ഷത്തിന്റെ വീഡിയോ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായത്. വിമാനം തകരുന്നതും തീപിടിക്കുന്നതും താഴെ പതിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഇതിന്റെ ഈ അപകടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന രൂപം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് എന്നുള്ളതാണ് വ്യത്യസ്ത റിപ്പോർട്ടുകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. റഷ്യയിൽ നിന്ന് ചെച്ചനയിലെ ഗ്രോസ്നിയോയിലേക്ക് പറക്കുന്ന വിമാനമാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ പറന്ന് പൊന്തുന്നത് റഷ്യയിലേക്കാണ്. ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ അകത്ത് തന്നെ ഉക്രൈൻ 2 തരത്തിലുള്ള സ്ഫോടനം നടത്തുകയും അവിടെ ഒരു സൈനിക കമാൻഡറും അതോടൊപ്പം തന്നെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടിരുന്നു. അതിലൊരു അപകടം നടന്നത്, അല്ലെങ്കിൽ ഒരു സ്ഫോടനം നടന്നത് ഭീകരവാദികൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള തന്ത്രങ്ങളാണ്. വാഹനത്തിൻ്റെ അകത്ത് ഈ സ്ഫോടന വസ്തുക്കൾ വെച്ചുകൊണ്ടാണ് ശാസ്ത്രജ്ഞനെ അല്ലെങ്കിൽ അതിൻ്റെ ആണവ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട നേതാവിനെ കൊലപ്പെടുത്തിയത് എന്നാണ് റഷ്യ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോൾ ഉക്രൈൻ ഏത് തരത്തിലും തങ്ങൾക്കെതിരെ തന്ത്രങ്ങൾ മെനയും അല്ലെ ആക്രമണങ്ങൾ നടത്തും എന്ന് റഷ്യക്കറിയാം. സമാനമായ രീതിയിൽ റഷ്യ തിരിച്ചടിക്കും എന്നുള്ള കാര്യം ഉക്രൈനും അറിയാം. ഇതിനു മുൻപ് ഒരു യാത്രാ വിമാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം പുറത്തു വന്നിരുന്നു. അത് കീഴടങ്ങാൻ വേണ്ടി ഉക്രൈൻ്റെ സൈനികർ വരുന്നതിനിടയിൽ റഷ്യ തന്നെ അബദ്ധത്തിലാണ് വെടിവെച്ചത് എന്ന തരത്തിലും, റഷ്യ വെടിവെച്ചതല്ല ഉക്രൈനാണ് വെടിവെച്ചത് എന്ന തരത്തിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഭിപ്രായങ്ങൾ പറയുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. അതിന്റെ സ്ഥിരീകരണം പിന്നെ പുറത്തു വന്നിട്ടില്ല. വലിയ രീതിയിൽ അന്വേഷണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ദുരന്തം കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഒരു ശക്തമായിരിക്കുന്ന ഒരു അന്വേഷണം നടത്തും. അതിൻ്റെ ഇടയിൽ അതിനുശേഷം ആ റിപ്പോർട്ട് പുറത്ത് വിടും എന്ന് സാധാരണഗതിയിൽ പറയാറുള്ളതാണ്. അതൊരിക്കലും നടക്കാറില്ല. അത് ലിബിയയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന കേണൽ ഗദ്ദാഫിയെ വെടിവെച്ച് കൊന്നതുമായിട്ട് ബന്ധപ്പെട്ട് UN സഭയിൽ തന്നെ ഒരു പ്രമേയം അവതരിപ്പിച്ചത് അവർ പറഞ്ഞു, കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ട് പ്രതികളെ പുറത്തു കൊണ്ടുവരും. രാഷ്ട്ര ഭരണാധികാരികളെ പരസ്യമായ രീതിയിൽ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ഒരാൾക്കും അധികാരമില്ല. അതുകൊണ്ട് ഇതിൽ അന്വേഷണം നടത്തും, പ്രതികളെ കൊണ്ടുവരും. ഇതുവരെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. രണ്ടാമത് നടന്ന സംഭവം എന്ന് പറയുന്നത് പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ നിന്ന് 600 പേർ കൊല്ലപ്പെട്ടിരുന്നു. ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം പതിച്ചുകൊണ്ട് ആശുപത്രി തകർന്ന് 600ഓളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ട ഒരു വിഷയം യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഒക്ടോബർ 7-ാം തീയതി യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഉണ്ടായിരുന്നു. അതിന് വലിയ ശക്തമായ രീതിയിൽ അന്വേഷണം നടത്തി പ്രതികളെ പുറത്തു കൊണ്ടുവരും, ആരാണെങ്കിലും ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് UN സഭയിൽ തന്നെ പറയപ്പെട്ടതാണ്. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളല്ലെങ്കിൽ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മിസൈൽ വരുന്നതും പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യവും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊരു കൃത്യത ലോകത്തിനോട് പറഞ്ഞു കൊടുക്കൽ നിങ്ങളുടെ നിർബന്ധമായിരിക്കുന്ന ബാധ്യതയാണ് എന്ന് ആ സമയത്ത് അതിനോടനുബന്ധിച്ച് തന്നെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇസ്രായേലിന്റെ ഭാഗത്ത് ഒരു മറുപടി ഉണ്ടായിട്ടില്ല, ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ഏതും അങ്ങനെ തന്നെയാണ് വരാറുള്ളത്. ഏറ്റവും ഒടുവിലാകുന്ന സമയത്ത് പിന്നീട് അത് അതൊരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് എവിടെയും യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയമാകുന്ന സമയത്ത് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതിൽ ഏതെങ്കിലും രാജ്യങ്ങളോ ഏതെങ്കിലും ഭീകര സംവിധാനങ്ങളോ ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരങ്ങളും ഉണ്ടായില്ല. ഇപ്പം പറയുന്നത് കസാക്കിസ്ഥാനിൽ വിമാനം തകർന്നു വീണ് ഇത്ര പേർ
മരണപ്പെട്ടു, 42 പേർ കൊല്ലപ്പെട്ടു, 25 പേർ രക്ഷപ്പെട്ടു, മരണസംഖ്യ കൂടുന്നുണ്ട്. പിന്നെ എമർജൻസി ലാൻഡിംഗ് ആണ് എന്ന് പറയുന്നു. എമർജൻസി ലാൻഡിങ്ങിനിടയിൽ സ്ഫോടനം, ഈ തീപിടുത്തമുണ്ടായി, അങ്ങനെ തകർന്നാണ് എന്ന് പറയുന്നത്. അങ്ങനെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, അതിൽ കക്ഷി എന്ന് പറഞ്ഞാൽ റഷ്യയിൽ നിന്നാണ് പുറപ്പെടുന്നത്, ചെച്ചനയിലേക്കാണ് പോകുന്നത്, കസാക്കിസ്ഥാന്റെ വിമാനമാണ്. അങ്ങനെ എല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഭീകര സംവിധാനമോ അതല്ലെങ്കിൽ അബദ്ധവശാലുള്ള വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്താലാണോ തകർന്നു വീണത് എന്നുള്ളത് തീർച്ചയായിട്ടും അത് അന്വേഷണത്തിന് വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് 3 തരത്തിലുള്ള അന്വേഷണം ആ സമയത്ത് നടന്നതാണ്. റഷ്യയുടെ അന്വേഷണം നടന്നു, തുർക്കിയുടെ നടന്നു, അതോടൊപ്പം തന്നെ ഇറാന്റെ നടന്നു. കാര്യം എന്ന് പറയുന്നത്, യുദ്ധവുമായി ബന്ധപ്പെട്ടതാകുന്ന സമയത്ത് ഇതിന്റെ പിന്നാമ്പുറം ഏതെങ്കിലും ദുശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് അറിയുക എന്നുള്ളത് തീർച്ചയായിട്ടും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടും വലിയൊരു അന്വേഷണം ഉണ്ടാവാനുള്ള സാധ്യതയാണ് മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.